ഓരോ നാടിന് പറയാനും ഓരോ കഥകളുണ്ടാകും. അവിടുത്തെ പ്രകൃതിയും സംസ്കാരത്തെയും തൊട്ടറിയുമ്പോൾ മാത്രമേ ആ കഥകളുടെ ആഴം നമുക്ക് മനസ്സിലാകുള്ളൂ. ഇതിനകത്ത് എത്രത്തോളം പുള്ളിയായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്താലും ഒരു 200 മില്യൺ ഞങ്ങൾക്ക് കിട്ടുള്ളൂ. എന്തോ ചായ ഉണ്ടായിരുന്നു. ആപ്പിൾ തോട്ടങ്ങളും തട്ടുതട്ടായുള്ള കൃഷിയിടങ്ങളും കോടമഞ്ഞ് പുതച്ചു മലനിരകളും ഒത്തുചേരുമ്പോൾ ഈ നാട് കേരളത്തിന്റെ കാശ്മീരായി മാറുന്നു. എന്നാൽ ചരിത്രങ്ങളിൽ കാന്തങ്ങളുടെ ഊര് എന്ന് വിശേഷിക്കപ്പെട്ട ഈ മനോഹരമായ ഭൂമിയെ കാന്തല്ലൂർ എന്ന് നമ്മൾ വിളിച്ചു. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 5000 അടി ഉയരത്തിലാണ് കാന്തല്ലൂർ സ്ഥിതി ചെയ്യുന്നത്. കൊച്ചിയിൽ നിന്ന് 160 കിലോമീറ്റർ ദൂരം, ഏകദേശം 5 മണിക്കൂർ നീളുന്ന ഒരു യാത്ര. മൂന്നാറിലെ സൂര്യോദയം കാണാം എന്ന് ആഗ്രഹിച്ചാണ് അതിരാവിലെ ഞങ്ങൾ വണ്ടിയിൽ കയറിയത്. എന്നാൽ നേര്യമംഗലം പാലവും കഴിഞ്ഞ് അടിമാലിയും കഴിഞ്ഞ് മൂന്നാർ എത്തുന്നത് വരെ നല്ല മഴയും കോടയൊക്കെ ആയിരുന്നു. മൂന്നാർ KSRTC സ്റ്റാൻഡിന്റെ തൊട്ടടുത്തുള്ളൊരു ഹോട്ടലിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. മൂന്നാറിന്ന് വീണ്ടും 2 മണിക്കൂറോളം യാത്ര ചെയ്താലാണ് കാന്തല്ലൂർ എത്തുന്നത്. പക്ഷെ ആ ഒരു റൂട്ട് എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് തരുന്നത്. കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പോകുന്ന ഒരു നീണ്ട യാത്രക്കിടയിൽ ഇതുപോലെ നല്ലൊരു ലൊക്കേഷനിലുള്ള ഒരു ചായപ്പടയിൽ നിർത്തി ഒരു ചായ കുടിക്കുന്നത് വേറെ തന്നെ ഒരു ഫീലിംഗ് ആണ്. റിപ്പിൾ ടീൻ്റെ ചായ ബസാർ എന്ന് പറഞ്ഞൊരു ഔട്ട്ലെറ്റാണിത്. ഇവിടെ ധാരാളം വെറൈറ്റീസ് ഓഫ് ടീയും കിട്ടും, ടീ പൗഡറും കിട്ടും. ഈ ഒരു ഔട്ട്ലെറ്റ് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ എക്സൈസിൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് കാണാം. ആ ചെക്ക് പോസ്റ്റ് കഴിയുന്നതോടെ മറയൂർ എത്തും. ഒട്ടേറെ പ്രത്യേകതയുള്ള നാടാണ് മറയൂർ. മറയൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്നത് മറയൂർ ചന്ദനമരങ്ങളാണ്. ആ ചന്ദനക്കാടിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 വശത്തും ധാരാളം ചന്ദനമരങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മറയൂർന്ന് റൈറ്റ് എടുത്ത് കോവിൽക്കടവൊക്കെ പോകുന്ന വഴി കരിമ്പന്തോട്ടങ്ങളുടെ ഇടയിലൂടെയാണ് നമ്മൾ കാന്തല്ലൂർ എത്തുന്നത്. കൊട്ടും മേളവും ഒക്കെ ആയിട്ടാണ് കാന്തല്ലൂർ ഞങ്ങളെ സ്വീകരിച്ചത്. கவர் குப்பி இதுக்கெல்லாம் ரோட்ல போடாதீங்க. ഇവിടെ ഒരു 50 രൂപ എൻട്രി ടിക്കറ്റ് ഉണ്ട്. ആ ഒരു 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു കവറും തരും. ആ കവറിൽ നമുക്ക് വരുന്ന പ്ലാസ്റ്റിക് വേസ്റ്റ് എല്ലാം ഇട്ട് തിരിച്ചു വരുമ്പോൾ ഇവിടെ കൊടുത്താൽ മതി. കാന്തല്ലൂരിൽ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഒരു ബോധവൽക്കരണം പോലെയാണ് ഇവർ ഇത് ചെയ്യുന്നത്. മല കയറി നമ്മൾ ആദ്യം എത്തുന്നത് ആനക്കോട്ടപ്പാറയിലേക്കാണ്. ആനക്കോട്ടപ്പാറയിലാണ് നമുക്ക് ധാരാളം മുനിയറകൾ കാണാൻ പറ്റുന്നത്. പണ്ട് കാലങ്ങളിൽ മുനിമാർ തപസ്സിരുന്ന സ്ഥലമായതുകൊണ്ടാണ് ഇത് മുനിയറ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പക്ഷെ ആർക്കിയോളജിസ്റ്റിന് കണ്ടെത്തലില് ഇത് BC കാലഘട്ടങ്ങളിൽ ശവസംസ്കാരത്തിന് ഉപയോഗിച്ച സ്ഥലമാണ്. 20 രൂപയാണ് ടിക്കറ്റ് ചാർജ്. മുനിയറകൾ മാത്രമല്ല, നല്ലൊരു വ്യൂവും പിന്നെ ഈ കാണുന്ന ചെറിയൊരു കാട്ടിലൂടെ ഒന്ന് ട്രെക്ക് ചെയ്തിട്ടും വരാം. ആനക്കൊട്ടപ്പാറയിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. മറയൂർ ചന്ദനമരങ്ങളും മുനിയറകളും ഒക്കെ പോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് മറയൂർ ജാഗറി. ഒരു കെമിക്കൽസ് പോലും ആഡ് ചെയ്യാതെ നാച്ചുറൽ ആയിട്ട് ഇവരുടേതായ ട്രഡീഷണൽ മെത്തേഡിൽ ഉണ്ടാക്കുന്ന ഒരു GI ടാഗ്ഡ് പ്രൊഡക്റ്റാണ് മറയൂർ ശർക്കര. കാന്തല്ലൂരിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് 2-3 സ്ഥലങ്ങളിൽ ഇത് ഉണ്ടാക്കുന്നത് കാണാൻ കഴിയും. നല്ല കരിമ്പിൻ ജ്യൂസ് ബോയിൽ ചെയ്ത് വറ്റിച്ച് അത് ഉണക്കിയെടുത്തിട്ടാണ് മറയൂർ ശർക്കര ഉണ്ടാക്കുന്നത്. അധികം മധുരത്തിനോട് താല്പര്യമില്ലാത്ത ആൾക്കാർ ഇവിടെ നിന്ന് ഇതിൻ്റെ മണമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒരു നല്ലൊരു പ്രഥമം കുടിക്കാൻ തോന്നും. കുറച്ച് സമയം അവിടെ നിന്നപ്പോഴത്തേക്കും ശർക്കര ഉണ്ടാക്കുന്ന മണമൊക്കെ അടിച്ച് നല്ലോണം വിശന്നു. 1 മണിയോടെയാണ് നമ്മൾ കാന്തല്ലൂർ എത്തുന്നത്.
വളരെ ചുരുക്കം റിസോർട്ടുകൾ മാത്രമുള്ളൊരു സ്ഥലമാണ്. ഹോം സ്റ്റേയും ക്യാമ്പ് സൈറ്റും മഡ് ഹൗസുകളും ഒക്കെയാണ് ഇവിടെ അധികമായിട്ട് കാണാൻ പറ്റുന്നത്. കാന്തല്ലൂരിൽ വൺ ഓഫ് ദ ബെസ്റ്റ് റിസോർട്ടായ ഗോൾഡൻ ഫേണിലാണ് നമ്മളിന്ന് താമസിക്കുന്നത്. പ്രീമിയം റൂംസും കോട്ടേജസും ഒക്കെ ഉണ്ടെങ്കിലും നമുക്കായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തത് ഒരു ഇൻഡിവിജ്വൽ പ്രൈവറ്റ് മഡ് ഹൗസാണ്. കുറച്ച് സമയം കിടന്നുറങ്ങി. വൈകിട്ടായപ്പം വെറുതെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വെച്ച് വണ്ടിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ഒരു തിരക്കുള്ള സ്ഥലം കണ്ടപ്പം വണ്ടി നിർത്തി. ഒരു ചെറിയ ഫാമാണ്. ഈ ഫാമിൽ സ്ട്രോബെറി, സൺഫ്ലവർ, ക്യാബേജ് ഇങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്തൊരു നല്ലൊരു അമ്പലമുണ്ട്. കേരളത്തിൻ്റെ ഫ്രൂട്ട് ബൗൾ എന്നറിയപ്പെടുന്ന കാന്തല്ലൂരിൽ ആപ്പിളും സ്ട്രോബെറിയും ഓറഞ്ചും പോമഗ്രാനൈറ്റും പിന്നെ ധാരാളം വെജിറ്റബിൾസും ഇവരിവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഡിസംബർ മുതൽ മാർച്ച് അവസാനം വരെയുള്ള സമയങ്ങളിൽ ധാരാളം ഫ്രൂട്ട്സ് നമുക്കിവിടെ കായ്ച്ചു നിൽക്കുന്നത് കാണാൻ കഴിയും. സ്ട്രോബെറി കൊണ്ട് ഉണ്ടാക്കുന്ന പല പ്രൊഡക്ട്സും നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ കിട്ടും. ജാമും അച്ചാറും ഹലുവയും സ്ക്വാഷും വൈനും. നമ്മളിവിടുന്ന് വാങ്ങിച്ചത് തൊട്ടടുത്തുള്ള ഫാമിൽ നിന്ന് പറിച്ചെടുത്ത നല്ല ഫ്രഷ് സ്ട്രോബെറി കൊണ്ടുണ്ടാക്കിയ ജ്യൂസാണ്. ഇവിടുത്തെ ഫ്രൂട്ട്സിനെല്ലാം വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. നല്ല ആംബിയൻസ് ഉള്ള ചായക്കട കണ്ട പിന്നെ ചായ കുടിക്കാണ്ട് പോകാൻ പറ്റുമോ? തിരിച്ച് നമ്മൾ മഡ് ഹൗസിൽ എത്തുമ്പോഴത്തേക്ക് അവിടുത്തെ അറ്റ്മോസ്ഫിയർ മൊത്തത്തിൽ അങ്ങ് മാറിയിരുന്നു. ഒരു കാടിൻ്റെ ആംബിയൻസിൽ വേറെ ഒച്ചപ്പാടും ബഹളവും ഒന്നുമില്ലാതെ കാടിൻ്റെ ശബ്ദമൊക്കെ ആസ്വദിച്ച് കിടന്നുറങ്ങാൻ പറ്റിയ ഒരു സ്റ്റേ. ഡിന്നറൊക്കെ ഈ ഒരു കൊച്ചു വീടിൻ്റെ പുറത്തിരുന്നിട്ടായിരുന്നു നമ്മൾ കഴിച്ചത്. നെക്സ്റ്റ് ഡേ മോർണിംഗ് കാന്തല്ലൂരിൽ തന്നെ ഫേമസ് ആയിട്ടുള്ളൊരു വ്യൂ പോയിൻ്റാണ് ഭ്രമരം വ്യൂ പോയിൻ്റ്. നമ്മളെ കാറും കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ചെറിയ രീതിയിൽ ഓഫ് റോഡൊക്കെ ഉണ്ട്. അതുകൊണ്ടൊരു ജീപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 2009 റിലീസായ മോഹൻലാൽ അഭിനയിച്ച ഭ്രമരം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയതുകൊണ്ടാണ് ഈ സ്ഥലത്തിനെ ഭ്രമരം വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. ഈ കാണുന്ന ഏറുമാടങ്ങളൊക്കെ അന്ന് ആ സിനിമയ്ക്ക് വേണ്ടി സെറ്റിട്ടതാണ്. പിന്നെ ഇവിടെ നിന്നുള്ളൊരു വ്യൂ ആസ്വദിച്ച് കുറേ സമയം ഇവിടെ നിന്ന് പോകും. ചില സമയങ്ങളിൽ ഇവിടെ കോടയൊക്കെ മൂടി ഒന്നും കാണാൻ കഴിയില്ല. പിന്നെ മറ്റൊരു പ്രത്യേകതയാണ് ഈ വളർന്നു നിൽക്കുന്ന പുല്ല്. ഇഞ്ചിപ്പുല്ല്, വാസനപ്പുല്ല് എന്നൊക്കെ പറയും. നമ്മളെ പുൽത്തൈലയില്ലേ, പുൽത്തൈലം ഉണ്ടാക്കുന്ന ലെമൺ ഗ്രാസ്. നമ്മൾ താമസിച്ച ഗോൾഡൻ ഫേൺ റിസോർട്ടിൽ നിന്ന് ഭ്രമരം വ്യൂ പോയിന്റിലേക്ക് ഏകദേശം 1.5-2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ദൂരം. നമ്മൾ അറേഞ്ച് ചെയ്ത ജീപ്പ് 7 മണിയോടെയാണ് റിസോർട്ടിൽ വന്നത്. കാന്തല്ലൂറും മറയൂറും ഒക്കെ ധാരാളം ജീപ്പ് ഹയർ ചെയ്യുന്ന സ്ഥലങ്ങൾ കാണാൻ പറ്റും. അവിടെ വന്ന് ഒരു ദിവസത്തേക്ക് നമുക്ക് ജീപ്പ് എടുത്ത് ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഒന്ന് കറങ്ങി വരാം. എനിക്ക് ഈ ഒരു ഭ്രമരം വ്യൂ പോയിന്റ് മാത്രം പോയാൽ മതി എന്നുള്ളത് കൊണ്ട് റിസോർട്ടിലെ മാനേജറായിരുന്നു എനിക്ക് ഈ ജീപ്പ് അറേഞ്ച് ചെയ്ത് തന്നെ. അവസാനത്തെ ഒരു 100 മീറ്റർ നല്ല ഓഫ് റോഡാണ്. അതിൽ മുന്നേ റോഡ് ഉണ്ടെങ്കിലും ഫുള്ളും കുണ്ടും കുഴിയൊക്കെയാണ്. നിങ്ങൾ സ്വന്തം വണ്ടിയിൽ വന്ന് ഓഫ് റോഡ് തുടങ്ങുന്നതിന് മുന്നേ വണ്ടി നിർത്താമെന്ന് വെച്ചാൽ അവിടെ പാർക്കിംഗ് ഒക്കെ കുറവാണ്. ബെറ്റർ ഒരു ജീപ്പ് ഹയർ ചെയ്തിട്ട് ഇങ്ങോട്ട് വരുന്നതാണ്. 20 രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഇത് ഓപ്പൺ ആയിരിക്കും. രാവിലെ തന്നെ വന്നതുകൊണ്ട് ഇവിടെ ആരുമില്ല. നല്ല സമാധാനത്തിൽ വ്യൂ പോയിന്റ് ഒക്കെ കണ്ടിട്ട് പോവാം. ഈ പുല്ലെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണ്. കൃഷി ചെയ്ത് ഈ കാണുന്ന കുടിലിൽ വെച്ചാണ് ഇത് പുൽത്തൈലമാക്കുന്നത്. എല്ലാ യാത്രയിലും നമ്മൾ ഓരോ ആളുകളെ പരിചയപ്പെടും. ആ യാത്രയെപ്പറ്റി ആലോചിക്കുമ്പം ആ മനുഷ്യൻ്റെ മുഖം എന്തായാലും വന്നു പോകും. നമുക്ക് വേണ്ടി ഈ പുൽത്തൈലം എങ്ങനെ ഇവിടെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തന്നു. ആപ്പിൾ തോട്ടങ്ങളിലെ ആപ്പിൾ കായ്ച്ചേക്കുന്നത് കാണിച്ചു തന്നു. ഏറുമാടം സെറ്റിട്ട കഥയും
ഒക്കെ പറഞ്ഞ് നമ്മളെ ചിരിപ്പിച്ച ഒരു നിഷ്കളങ്കനായ ചേട്ടൻ. പറയുക വൃത്തിയായിട്ട് വഴി എന്നിട്ട് നല്ല മോഡൽ മിസ്സാക്കിയതിന് ശേഷം നമ്മൾ വീടൊക്കെ വൃത്തിയാക്കി തുടച്ച് അങ്ങിയിച്ച സ്ഥലം ഒരു സ്ഥലം മാറ്റ സ്ഥലം ഒരു സ്ഥലം ഒന്നും കാണില്ല. അതിന് മാത്രമല്ല നമുക്ക് ഉളുക്കൂ ചതവോ മുട്ടുവാനിക്ക് സകലിച്ച് തേക്കാം ഈ പുൽത്തയിൽ. പക്ഷേ കണ്ണിൽ മാത്രമേ ആവരുത്, കൊച്ചുങ്ങളെ കൊടുക്കാനും പാടില്ല. എത്രത്തോളം പുല്ലുകെട്ടി ഞങ്ങൾ വർക്ക് ചെയ്താലും ഒരു 200 മില്യൻ ഞങ്ങൾക്ക് കിട്ടുള്ളൂ. ഒരു കഷ്ടപ്പാടുള്ള പണിയാച്ചാൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇവിടുത്തെ എത്തിക്കണം. വെള്ളം തിളപ്പിച്ചിട്ട് പുല്ലാക്കുക. അതിനുശേഷം ഇതുപോലെ ഈ അടപ്പിങ്ങനെ അടച്ചിട്ട് പിന്നെ അവിടെ നീരാവിയായിട്ട് താഴെ പോകും. സമയം പോയതേ അറിഞ്ഞില്ല. 8:30യോടെയാണ് തിരിച്ച് റിസോർട്ടിലെത്തിയത്. തിരിച്ച് റിസോർട്ടിലെത്തിയപ്പോഴത്തേക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. പുട്ടുണ്ട്, പുട്ടിന് കൂട്ടാൻ കടലക്കറിയുണ്ട്, ഇഡ്ഡലി ഉണ്ട്, ഇഡ്ഡലിക്ക് കൂട്ടാൻ സാമ്പാറും ചട്നിയും ഉണ്ട്, പിന്നെ ആസ് യൂഷ്വൽ ബ്രെഡ്, ബട്ടർ, ജാം, മുട്ട, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും. നല്ല അടിപൊളി ഫുഡായിരുന്നു. ഫുഡ് കഴിച്ച് ഒന്ന് റിസോർട്ടെല്ലാം ഒന്ന് കറങ്ങി കാണാമെന്ന് വെച്ച് ഇറങ്ങിയതാണ്. 2-3 സ്ഥലങ്ങളിൽ ഇതുപോലെ ക്യാമ്പ് ഫയർ ചെയ്യാനുള്ള സെറ്റപ്പ് ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവരുടെ എല്ലാ നോർമൽ റൂംസും ഈ ഒരു റിസപ്ഷൻ്റെയും പാർക്കിങ്ങിൻ്റെയും ഒക്കെ തൊട്ടടുത്തായിട്ടാണ് വരുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷനാണ് നമ്മൾ താമസിച്ച ആ മഡ് ഹൗസ്. ഈ ഒരു പ്രോപ്പർട്ടീൻ്റെ ഒരു കോർണറിൽ ആരും ശല്യമില്ലാതെ പ്രൈവസിയോട് കൂടി ഉള്ള ഒരു റൂം. വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട് ആ റൂമിന്. നല്ല മഴ പെയ്യുന്ന സമയത്ത് ഈ പാറേൻ്റെ മേളിലൂടെ വെള്ളം ഇങ്ങനെ ഒലിച്ച് വന്ന് ഒരു വെള്ളച്ചാട്ടം പോലെ ഇവിടെ നമുക്കുണ്ടാവും. 10:30യോടെ കാന്തല്ലൂരിന് വിട പറഞ്ഞ് നമ്മൾ താമസിച്ച റൂമും വെക്കേറ്റ് ചെയ്ത് തിരിച്ചുള്ള യാത്ര തുടങ്ങി. ആനക്കൊട്ടപ്പാറ എത്തുന്നതിന് മുമ്പുള്ള ചുരമാണ് നമ്മളിപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാന്തല്ലൂരിന്ന് നാച്ചിവാൽ ഫോറസ്റ്റിലകത്തൂടെ മറയൂർ എത്താനായിരുന്നു നമ്മളെ പ്ലാന്. മറയൂരിന്ന് ഒരു 30 മിനിറ്റ് ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ തമിഴ്നാടാണ്. അതുകൊണ്ടാണ് ഇവിടുത്തെ ആളുകളും വീടുകളും അമ്പലങ്ങളും ഒക്കെ ഒരു തമിഴ് സ്റ്റൈല് വരുന്നത്. നമ്മൾ പതിയെ ഫോറസ്റ്റിലേക്ക് എൻ്റർ ചെയ്തു. ഈ ഒരു ടൈം ആയതുകൊണ്ട് മൃഗങ്ങളൊക്കെ വളരെ കുറവാണ്. ഞാൻ പണ്ട് ഇതുവഴി യാത്ര ചെയ്തപ്പം ധാരാളം മാനുകളെ ഇവിടെ കാണാൻ പറ്റാറുണ്ടായിരുന്നു. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് നേരെ മൂന്നാർ. 2 വശത്തും ധാരാളം ചന്ദന മരങ്ങളാണ്. വേൾഡിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് ക്വാളിറ്റി ഉള്ള ചന്ദന മരങ്ങളാണ് മറയൂറുള്ളത്. മറയൂരിലെ എല്ലാ ചന്ദന മരങ്ങളും കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ്. അതുകൊണ്ട് ഇവിടുന്ന് ഒരു ചെറിയ മരത്തിൻ്റെ ഒരു പീസ് പൊട്ടിച്ചിട്ട് പോയാൽ പോലും അത് ഇല്ലീഗലാണ്. ചെക്ക് പോസ്റ്റിൽ നമ്മളെ വണ്ടി മൊത്തത്തിൽ ചെക്ക് ചെയ്തിട്ടാണ് പുറത്തേക്ക് വിടുന്നത്. ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ ധാരാളം മെയ് ഫ്ലവറും ജക്രാൻ്റെ പൂക്കളൊക്കെ പൂത്തു നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെ മലനിരകളൊക്കെ കണ്ട് തിരിച്ചു മൂന്നാറേക്കുള്ള യാത്രയാണ്. ഓരോ യാത്ര അവസാനിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമം വരുന്നത്. ആ യാത്രയിൽ നമ്മളെ രസിപ്പിച്ച കാര്യങ്ങളും അത്ഭുതപ്പെടുത്തിയ കാഴ്ചകളും മറക്കാനാവാത്ത രുചികളും ഒക്കെ ആലോചിച്ചുകൊണ്ട് പോകുന്ന ഒരു നിമിഷം. പക്ഷേ ഓർക്കാൻ ഒത്തിരി കാര്യങ്ങളുള്ള ഈ യാത്ര പൂർത്തിയാകുന്നത് തിരിച്ച് വീട്ടിലെത്തുമ്പോഴാണ്. പുതിയ യാത്രകളൊക്കെ പ്ലാൻ ചെയ്യാൻ പഴയത് അവസാനിപ്പിച്ചേ പറ്റൂ.